ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത ജിനി. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ന്യൂട്രീഷ്യസ് ലഞ്ചാണ് ഇന്നത്തെ വിഭവം. കേർഡ് റൈസ് അല്ലെങ്കിൽ തൈര് സാദം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേർഡ് റൈസ് അല്ലെങ്കിൽ തൈര് സാദം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് റൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റൈസ് കഴിക്കാത്തവരാണെങ്കിൽ മില്ലറ്റ്സ്, അതുപോലെ ബ്രോക്കൺ വീറ്റ്, ഓട്സ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കാനായിട്ട് നല്ല തിളച്ച വെള്ളത്തിലോട്ട് കഴുകിയ അരി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇടാം. ഉപ്പിട്ടിട്ടില്ല ഞാൻ. ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിന് കുറച്ച് പച്ചക്കറികൾ എടുക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, കുക്കുംബർ ഇതെല്ലാം ഓരോന്ന് വീതം എടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിയായിട്ട് അരിയണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേണമെങ്കിൽ ഒന്ന് വേവിച്ചെടുത്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒന്നും വേവിച്ചിട്ടില്ല, പച്ചയ്ക്ക് തന്നെയാണ് എടുക്കുന്നത്. ഇനി ഒരു പാത്രം എടുക്കാം. അതിനകത്ത് നല്ല വെന്തിരിക്കുന്നുണ്ടായിരുന്നു ചോറ്. വെന്തിരിക്കുന്ന ചോറ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ ചോറ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അത്യാവശ്യം ചൂടാറിയതിന് ശേഷമാണ് നമ്മളിതിങ്ങനെ ഉടയ്ക്കുന്നത്. അപ്പോൾ ഇത് ഉടയ്ക്കുന്ന സമയത്ത് 1 ഗ്ലാസ് പാല്, തിളപ്പിച്ച് ആറിയ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പുളിക്കുന്നത് ഒഴിവാക്കി കിട്ടും. ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കാനാണെങ്കിൽ നിങ്ങൾ ഈ പാൽ ഒഴിച്ചു കൊടുക്കരുത്. അല്ല, കുറച്ച് സമയം വെക്കാനാണെങ്കിൽ മാത്രം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ്, ബീട്രൂട്ട്, കുക്കുംബർ, പിന്നെ കുറച്ച് മല്ലിയില, കൂടെ ഒട്ടും പുളിയില്ലാത്ത കട്ട തൈര് 1 കപ്പ് കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര തൈര് ആവശ്യമുണ്ടോ അത്രയും ഇതിനകത്തോട്ട് ചേർക്കാം കേട്ടോ. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതെല്ലാം ചോറിൻ്റെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര ചോറ് എടുക്കുന്നോ അതിനനുസരിച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് കുഴച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചൂടായ പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ ജീരകം, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ കായപ്പൊടി, 10 കാഷ്യൂനട്ട് കൂടി ഇട്ടിട്ട് താളിച്ചെടുക്കണം. ഈ താളിച്ചെടുത്തത് നമ്മൾ ചൂടാറിയ ചോറിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. ഇത് എല്ലാം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കുറച്ച് നേരത്തേക്കെങ്കിലും, മണിക്കൂറുകൾക്കെങ്കിലും ഇത് ചോറ് കേടാവാതെ, തൈര് ഒഴിച്ചതുകൊണ്ട് അധികം കേടുവരില്ലെങ്കിൽ കൂടി നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാനും, കുട്ടികൾക്കാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ കശുവണ്ടിയൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ ഇഷ്ടപ്പെടും. വലിയവരൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇച്ചിരി അച്ചാറുണ്ടെങ്കിൽ കൂടെ നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, സീ യു.